അവസാനം ആ പിടിവാശി കിം ജോങ് ഉൻ അവസാനിപ്പിച്ചു. ഇതോടെ ഉത്തര കൊറിയയുടെ വാതിലുകൾ ലോകത്തിനായി മലർക്കെ തുറന്നു. വർഷങ്ങളായി വിനോദസഞ്ചാരത്തിന് ഉത്തര കൊറിയയിൽ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ് കിം ഭരണകൂടം. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് വിദേശത്ത് നിന്നുള്ളവർക്ക് രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തര കൊറിയയുടെ അതിർത്തികൾ പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ടുള്ള കിമ്മിന്റെ ഉത്തരവ്. ഇതിന് പിന്നാലെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഇരച്ചെത്തി. പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും സ്കൂൾ കുട്ടികളാണ് ഇവരെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തത്. കൊറോണ വ്യാപനത്തിന് പിന്നാലെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ ഉത്തര കൊറിയയും രാജ്യാതിർത്തി അടച്ചത്. ഭീതി ഒഴിഞ്ഞതോടെ മറ്റ് രാജ്യങ്ങൾ അതിർത്തികൾ തുറന്നെങ്കിലും ഉത്തര കൊറിയ മാത്രം തീരുമാനത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. ഇതോടെ രാജ്യത്തേക്കുള്ള വിനോദസഞ്ചാരം നിലച്ചു. എന്തായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നത് അവ്യക്തം. എന്നാൽ അതിർത്തി തുറന്നുകൊടുക്കാനുള്ള തീരുമാനത്തിന് കാരണമുണ്ട്. വിവിധ ഉപരോധങ്ങൾ നേരിടുന്ന ഉത്തര കൊറിയ പ്രതീക്ഷയർപ്പിക്കുന്നത് വിദേശ നാണ്യത്തിലാണ്. കഴിഞ്ഞ വർഷം തന്നെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ കിം നിലപാട് അല്പം മയപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള 100ഓളം പേരടങ്ങുന്ന സഞ്ചാരികളുടെ സംഘം ഇവിടെ എത്തുകയും ദിവസങ്ങളോളം തങ്ങുകയും ചെയ്തു. എന്നാൽ ഇത് ആദ്യമായാണ് നിയന്ത്രണം പൂർണ്ണമായി മാറ്റുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് ഉത്തര കൊറിയ. തത്വചിന്തകനായ ജൂച്ചയെ ആദരിച്ചുകൊണ്ട് നിർമ്മിച്ച ജൂച്ചെ ടവർ, സൈനിക പരേഡ് നടക്കുന്ന കിം സെക്കൻഡ് സങ് സ്ക്വയർ, ഫിലിം സ്റ്റുഡിയോസ് എന്നിവ രാജ്യതലസ്ഥാനമായ പാങ്കോങ്ങിലെ മുഖ്യ ആകർഷണങ്ങളാണ്. കുടുംബവും കൂട്ടുകാരുമൊത്തും വരുന്നവർക്ക് മോറോൺ ഹില്ലിലെത്തി സമയം ചിലവഴിക്കാം. പെയ്ക്കൂഡ്സൺ താഴ്വരയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. കിമ്മിന്റെ മുൻഗാമികളുടെ ജനനവും മരണവും വ്യക്തമാക്കുന്ന സ്മാരകങ്ങളും ഇവിടെയുണ്ട്. നിരവധി മ്യൂസിയങ്ങളും ഉത്തര കൊറിയയിലുണ്ട്. അധിനിവേശത്തോടുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകങ്ങളും രാജ്യത്ത് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് ഉത്തര കൊറിയയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിന്റെ വഴിയിൽ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് നല്ലൊരു സംഖ്യ എത്തിയിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് തന്നെ ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പിന്നോട്ട് വലിച്ചിരുന്നു. ചൈനയിൽ നിന്നുള്ള പണമായിരുന്നു വിനോദസഞ്ചാരത്തിന്റെ മാർഗത്തിൽ ഉത്തര കൊറിയയിലേക്ക് എത്തിയിരുന്നത്. കൊറോണയ്ക്ക് മുൻപ് ഇവിടേക്ക് പ്രതിവർഷം 3 ലക്ഷം പേർ എത്താറുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഈ പതിവ് തെറ്റി. റഷ്യയിൽ നിന്നുള്ളവരാണ് ഇക്കുറി രാജ്യത്ത് ആദ്യമായി എത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വലിയ സഹായമാണ് കിം നൽകിയത്. റഷ്യയ്ക്ക് അദ്ദേഹം പട്ടാളക്കാരെയും ആയുധങ്ങളും നൽകി. കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്നുള്ള 800ഓളം പേർ ഉത്തര കൊറിയ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ലോകത്ത് ഒറ്റപ്പെട്ടു കിടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഉത്തര കൊറിയ. പതിവിന് വിപരീതമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉത്തര കൊറിയയെ രഹസ്യ സ്വഭാവമുള്ള രാജ്യമായി മാറ്റിയിട്ടുണ്ട്. രാജ്യത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കർശന നിയന്ത്രണങ്ങളാണ് ഇവിടെയുള്ളത്. ഈ വിലക്കുകളിൽ ഇപ്പോഴും മാറ്റം വരുത്താൻ കിം തയ്യാറായിട്ടില്ല. കിമ്മിന്റെ അപ്പനപ്പൂപ്പന്മാരെ അപമാനിക്കരുത്, രാജ്യത്തിന്റെ മൂല്യങ്ങളെ കളിയാക്കരുത് എന്നിങ്ങനെ പോകുന്നു എത്തുന്നവർക്കുള്ള നിയന്ത്രണങ്ങൾ. ഇത് ലംഘിക്കുന്നുണ്ടോ എന്ന് ഉത്തര കൊറിയ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവരെ കർശന ശിക്ഷകളാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്നവർ അബദ്ധം വിളമ്പാതെ ആഘോഷിച്ച് തിരികെ മടങ്ങുന്നതായിരിക്കും ഉചിതം. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ.